കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പി. നേതൃത്വത്തെ കുരുക്കിലാക്കുന്ന കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി.ജെ.പി. കേരളത്തിലേക്ക് മാത്രം എത്തിച്ചത് 40 കോടി ഹവാല പണം. കർണാടകയിൽ നിന്ന് മാത്രം സ്വരൂപിച്ചത് 17 കോടി. ധർമ്മരാജൻ കൊണ്ടുവന്ന പണം രണ്ടിടത്തു നിന്നാണ് പൊട്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കേട്ട കൊടകരയിൽ മാത്രമല്ല, സേലത്തും കള്ളപ്പണം മോഷണം പോയിരിക്കുന്നു. 4 കോടി 40 ലക്ഷമാണ് അവിടെ പോയത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊടകര കവർച്ചാ കേസ് കുറ്റപത്രത്തിൽ 7ാം സാക്ഷി. സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണൻ 145ാം സാക്ഷിയും. ബംഗളൂരുവിൽ നിന്ന് ഹവാല പണമെത്തുന്നത് സുരേന്ദ്രൻ അറിഞ്ഞു തന്നെ. ധർമ്മരാജൻ പണമെത്തിച്ചത് സംഘടനാ സെക്രട്ടറി എം ഗണേശന്റെയും ഓഫീസ് സെക്രട്ടറി ഗിരീഷിന്റെയും നിർദ്ദേശപ്രകാരം. പണം ആലപ്പുഴ ജില്ലാ ട്രഷറർ കർത്തയ്ക്ക് കൈമാറാനായിരുന്നു ബി.ജെ.പി. നേതൃത്വത്തിന്റെ നിർദ്ദേശം. കവർച്ചയുടെ തലേ ദിവസമായ ഏപ്രിൽ 2-നും കവർച്ച നടന്ന ഏപ്രിൽ 3-നും ഇടയ്ക്ക് ധർമ്മരാജന്റെ ഫോണിൽ നിന്ന് സുരേന്ദ്രന്റെ മകന്റെ ഫോണിലേക്കും തിരിച്ചുമായി പോയത് 10 കോളുകൾ. 2-ന് പുലർച്ചെ 12 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഹരികൃഷ്ണന്റെ മറ്റൊരു നമ്പറിൽ നിന്നും കോൾ പോയി. അതായത് ആകെ 11 തവണ വിളിച്ചിരിക്കുന്നു. സുരേന്ദ്രന്റെ ഡ്രൈവറുമായും 2-ാം തീയതി മുതൽ 14-ാം തീയതി വരെ 6 തവണയാണ് ധർമ്മരാജനുമായി ബന്ധപ്പെട്ടത്. പണമൊഴുക്കി ഭരണം നേടാനുള്ള ബി.ജെ.പിയുടെ തന്ത്രങ്ങളുടെ ചുരുളഴിയുമ്പോൾ അന്വേഷണം ഇനി ഏത് വഴിക്ക്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ തയ്യാറാണ്. ആദ്യം സലീം മടവൂരിലേക്കാണ് പോകുന്നത്. ശ്രീ സലീം മടവൂർ, ഈ കേസിൽ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും പ്രധാനപ്പെട്ട അന്വേഷണം തന്നെ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്ത താങ്കളാണ്. ഇപ്പോൾ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്? ഇല്ല, ഇത് തുടക്കം മുതൽ ഞാൻ പറഞ്ഞു വരുന്നതാണ്. ഡിക്കോയിറ്റി കേസ് കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കും. അതേസമയത്ത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തേണ്ടത് കേന്ദ്ര ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് സത്യസന്ധമായി നടത്തില്ല എന്നുള്ളത് ആരെക്കാളും നന്നായിട്ട് എനിക്കും അറിയാം. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതിയെ സമീപിച്ചത് പൊതു താൽപ്പര്യ ഹർജിയുമായിട്ട്. ബഹുമാനപ്പെട്ട നീതിയുടെ ശ്രീകോവിലായ കേരള ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അല്പമെങ്കിലും നീതിബോധത്തോടു കൂടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഈ കള്ളപ്പണം ബി.ജെ.പിയുടെ കള്ളപ്പണമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. 40 കോടിയല്ല, കൂടുതൽ അന്വേഷണം നടത്തിയാൽ ഇപ്പോൾ പോലീസിന് 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് പ്രതികൾ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത് തടയുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് അന്വേഷണം പൂർത്തിയായില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 400 കോടി രൂപയാണ് കേരളത്തിൽ ഒഴുക്കിയത്. ഒരു ജനാധിപത്യ പ്രക്രിയ അതിനെ സുരക്ഷിതമായി നിലനിർത്തേണ്ട, അതിനെ സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് കള്ളപ്പണം വ്യാപകമായി ഒഴുക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ കൈക്കൂലി കൊടുത്തുകൊണ്ട് വരുതിയിലാക്കുന്ന, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കൈക്കൂലി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അധപ്പതിച്ചു എന്ന് പറയുന്നത് വളരെ സങ്കടമുണ്ട്. ഇവിടെ കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് 10-15 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ കള്ളപ്പണവുമായിട്ട് വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് വടക്കോട്ടും സഞ്ചരിക്കുകയാണ്. ഹെലികോപ്റ്ററിലും അതേപോലെ തന്നെ കാറുകളിലും കള്ളപ്പണവുമായിട്ട് ബി.ജെ.പിയുടെ നേതാക്കൾ ഓടി നടക്കുകയാണ്. വോട്ടർമാരെ വിലക്കെടുക്കുന്നു, സ്ഥാനാർത്ഥികളെ വിലക്കെടുക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ വിലക്കെടുക്കുന്നു, ജനാധിപത്യത്തെ തന്നെ വിലക്കെടുക്കുന്നു. ഇതിനെതിരെ ഞങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന പോരാട്ടത്തിൻ്റെ ഒരു വിജയമാണ് ഇന്നത്തെ കുറ്റപത്രം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ കുറ്റപത്രത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇവിടുത്തെ കേരള പോലീസ് വളരെ ഭംഗിയായിക്കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു. 1.5 കോടി രൂപ കണ്ടെടുത്തിരിക്കുന്നു. 2 കോടി രൂപ ഈ കൊടകരയിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്ന 3.5 കോടിയിൽ 2 കോടി രൂപ ബി.ജെ.പിയുടെ കൈവശമുണ്ട്. ആ കൊള്ളക്കാർ, അവിടെ കൊള്ളയടിച്ച ആളുകൾ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് 2 കോടി രൂപ ബി.ജെ.പിക്ക് തിരികെ കൊടുത്തു എന്ന് തന്നെയാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്നുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ ബി.ജെ.പിയുടെ നേതാക്കളുടെ കൈകളിൽ തിരികെ കൊടുത്തിരിക്കുന്ന 2 കോടി കൂടെ കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് ശുഭാപ്തി വിശ്വാസമുള്ളത്. അതുകൂടെ കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് ഈ കേസ് ഒത്തുതീർക്കാനുള്ള ഗൂഢാലോചന കൂടെ ബി.ജെ.പിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കേസ് ഒത്തുതീർക്കാൻ നടത്തിയ ഗൂഢാലോചന കൂടെ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കേസിൽ പണം കൊണ്ടുവന്ന കർണാടകയുടെ ഉപമുഖ്യമന്ത്രി അശ്വത് നാരായണൻ അടക്കമുള്ള ബി.ജെ.പിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി എം ഗണേശ് അടക്കമുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ ബി എൽ സന്തോഷ് അടക്കമുള്ള
അടക്കമുള്ള ആളുകൾ അവരൊക്കെ തന്നെ ഇതിൽ പ്രതികളാണ്. കർണാടകയിലെ ഗവൺമെൻറ് നേരത്തെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയ യെദിയൂരപ്പയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അവിടെ നിന്ന് വ്യാപകമായ അഴിമതിയിലൂടെ സ്വരൂപിച്ച കറപ്ഷനിലൂടെ സ്വരൂപിച്ച പണമാണ് നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് കൊടുത്തയച്ചിരിക്കുന്നത്. ഇത് സത്യസന്ധമായ അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ ഹൈക്കോടതി ഈ ആഴ്ച കേസ് വീണ്ടും പരിഗണിച്ചുകൊണ്ട് ED അന്വേഷണം ഹൈക്കോടതി ഇടപെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ED തെറ്റായ വഴിക്ക് പോയാൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അവരെ നേരായ വഴിക്ക് നയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇരിഞ്ഞാലക്കുട കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു ആരോപണം, സർക്കാരും സംസ്ഥാന സർക്കാരും BJPയും തമ്മിലുള്ള ഒത്തുകളി, കൊടകര കുഴൽപ്പണ കേസിൽ ഒത്തുകളി നടക്കുന്നു, BJP നേതാക്കളെ സംരക്ഷിക്കുന്നു, എവിടെയും നേതാക്കളുടെ പേരില്ലാതെയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത്. ഇതൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ നിലപാട് മാറ്റുന്നുണ്ടോ? സ്മൃതി, ഇതിനകത്ത് നിലപാട് മാറ്റേണ്ടുന്ന എന്ത് സാഹചര്യമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഇരിങ്ങാലക്കുട കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന 625 പേജുള്ള കുറ്റപത്രം, ആ കുറ്റപത്രത്തിനകത്ത് 22 പ്രതികളാണുള്ളത്. ആ പ്രതികൾ ആരൊക്കെയാണ്? ആ പ്രതികൾ ആരെങ്കിലും BJPയുടെ നേതാക്കന്മാരാണോ? ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒന്നിലേറെ ക്രിമിനൽ കേസുകളുള്ള, ഇനിയൊരു 10 ക്രിമിനൽ കേസ് കൂടി വന്നാൽ അതൊരു അലങ്കാരമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സംഘം, ആ സംഘം തന്നെയാണ് ഇപ്പോഴും പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് 219 സാക്ഷികളാണുള്ളത്. ആ 219 സാക്ഷികളിൽ 19 പേർ BJP നേതാക്കന്മാരുമാണ്. ആ 19 പേർ BJP നേതാക്കന്മാരായ സാക്ഷി പട്ടികയിൽ മാത്രമാണ് BJPയുടെ നേതാക്കന്മാരുള്ളത്. അതല്ലാതെ ഇതിനകത്ത് ഈ കേസിൻ്റെ കുറ്റപത്രത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ BJP നേതാക്കന്മാർക്ക് പങ്കാളിത്തമുണ്ട് ഈ ക്രൈമിനകത്ത് എന്ന തരത്തിൽ വന്നിട്ടുണ്ടോ? ഇവിടെ കേരള പോലീസ് ഡെക്കോയിറ്റിയാണ് അന്വേഷിച്ചിരിക്കുന്നത്. ആ ഡെക്കോയിറ്റിയുമായി ബന്ധപ്പെട്ട പണം എത്തിയത് എങ്ങനെയാണെന്ന് പറയുന്നു. 7ാം സാക്ഷിയാണ് സുരേന്ദ്രൻ. ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ കാര്യങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ, കുറ്റപത്രത്തിലുള്ള വിവരങ്ങൾ, അതിനെ ചുരുക്കി കാണരുത് രാഹുൽ. 7ാം സാക്ഷിയാണ്, 146ാം സാക്ഷി മകൻ. അല്ല, ഈ സാക്ഷി പട്ടികയിൽ ഇവരുണ്ട് എന്ന് പറയുമ്പോൾ പ്രധാനമായി ഇവരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഈ കോളുകൾ, ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ, കോളുകൾ എപ്പോഴൊക്കെ പോയി എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ മോഷണം നടന്ന ദിവസം തൊട്ടു തലേ ദിവസം ധർമ്മരാജനും സുരേന്ദ്രന്റെ മകനും തമ്മിൽ നടത്തിയത് 11 തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരിക്കുന്നത്. അത് ചെറിയ കണക്കല്ലല്ലോ. ഈ വിവരങ്ങളടക്കം അതിൽ വെക്കുമ്പോൾ എന്താണ് അവരെ സംരക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നത്? അതൊന്ന് പറയാം. അല്ല, തീർച്ചയായിട്ടും പറയാം. ഈ കുറ്റപത്രത്തിനകത്ത് വന്നത് മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ പലകുറി റിപ്പോർട്ട് ചെയ്തതല്ലേ? സുരേന്ദ്രന്റെ മകന്റെ ഫോണിലേക്ക് കോള് പോയി, സുരേന്ദ്രന്റെ ഫോണിലേക്ക് കോള് പോയി, ഇതെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കുറ്റപത്രം, അതിന്റെ ആധികാരികത, അതിന്റെ ഗൗരവത്തോടു കൂടിയല്ലേ അതിനെ നമ്മൾ സമീപിക്കേണ്ടത്? സർക്കാർ ഇതിലൊരു ഒത്തുകളി കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കുറ്റപത്രം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. സർക്കാർ ഈ കേസിനകത്ത് അന്വേഷിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു കുറ്റപത്രം കൊടുക്കാതിരിക്കുവാൻ സാധ്യമാണ്. അതെങ്ങനെയാണ്? കവർച്ചാ കേസ് എന്ന നിലയ്ക്ക് മാത്രം അന്വേഷിച്ചു പോകാമല്ലോ. അങ്ങനെയെങ്കിൽ കവർച്ചാ കേസ് എന്ന മട്ടിൽ മാത്രം അന്വേഷിച്ചു പോകാമല്ലോ. അതിൽ 22 പ്രതികളുണ്ടല്ലോ, അത് മതിയല്ലോ. ഇവർ ഈ സാക്ഷി പട്ടികയിൽ എങ്ങനെ വന്നു? ഇവരെ എങ്ങനെയാണ് വിളിപ്പിച്ചത്? നിലവിലും കവർച്ചാ കേസ്, സ്മൃതിയുടെ ആവേശം കാണുമ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും ഇത് എന്തോ സുരേന്ദ്രൻ ഈ കുറ്റപത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇപ്പോഴും ഇത് കവർച്ചാ കേസായിട്ട് തന്നെയാണ് സംസ്ഥാന അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ. ഇപ്പോഴും ഇത് കവർച്ചാ കേസ് തന്നെയാണ്. അതിനകത്ത് സാക്ഷി പട്ടികയിലുള്ള സുരേന്ദ്രനെ ഈ കുറ്റപത്ര പ്രകാരം ഏതെങ്കിലും തരത്തിൽ പ്രതിയാക്കുവാൻ കഴിയുമോ? കഴിയുകയില്ല. കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ഇവിടെ പോലീസിന് ഏത് ഘട്ടം വരെ അന്വേഷിക്കാം അതുകൂടി പറയണമല്ലോ. പോലീസിന് ഏത് വരെ പോകാം എന്നുള്ളതിൽ കൃത്യമായ നിയന്ത്രണമുണ്ട്. ഏത് ഘട്ടത്തിൽ അത് EDക്ക് കൈമാറണം എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, സമർത്ഥിക്കുന്നത് താങ്കൾ? അതൊന്ന് വിശദീകരിക്കേണ്ടതല്ലേ? ശരി ഇനി ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കുന്നവരെ താങ്കൾ ഇടപെടുകയില്ല എന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഇതിനകത്തെ ഫോൺ സംഭാഷണങ്ങൾ അടക്കം, ഇപ്പോൾ ഈ സുരേന്ദ്രനെ അടക്കം അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെല്ലാം ചോദ്യം ചെയ്യേണ്ടി വന്ന സാഹചര്യം പ്രസക്തമാണ്. അതിനകത്ത് ഈ പരാതിയാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത. 25 ലക്ഷത്തിൻ്റെ പരാതിയായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ പ്രതികളിൽ നിന്ന് തന്നെ ആദ്യഘട്ടത്തിൽ 1,19,00,000 കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി 25 ലക്ഷം വന്നപ്പോൾ. അപ്പോൾ 25 ലക്ഷത്തിൻ്റെ ഒരു ഡെക്കോയിറ്റി കേസിൽ 1,19,00,000 വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ദുരൂഹതയുണ്ട്.
ആ ദുരൂഹതയെ പറ്റിയിട്ടാണ് പോലീസ് അന്വേഷിച്ചത്. ഒന്ന്. ഇനി പോലീസിന് ചെയ്യുവാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ, ഒന്ന് അതിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടിയത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ക്രൈമുകളുണ്ട്. റിലേറ്റഡ് ക്രൈമുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് മുന്നണിയിലേക്ക് പാർട്ടികളെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് പണമിടപാട് നടത്തിയത്, കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കർശനമായ നിയന്ത്രണം, 50,000 രൂപയ്ക്ക് മുകളിൽ ഒരു ചില്ലിക്കാശെങ്കിലും ക്രയവിക്രയം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായി അത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നതും അതിൻ്റെ സോഴ്സ് കാണിക്കണമെന്ന് പറയുന്നതും അടക്കമുള്ള ഈ കൃത്യമായിട്ട് പോലീസിന് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന മാർഗങ്ങളുണ്ടായിരുന്നു. ആ മാർഗങ്ങളിലെ ഏതെങ്കിലും അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ എനിക്കറിയില്ല. പിന്നെ ഇതിനകത്ത് പോലീസിന് ചെയ്യുവാൻ സാധ്യമായിരുന്ന കാര്യങ്ങൾ, ഒന്ന്, ഇപ്പോൾ പോലീസിന് താങ്കൾ പറയുന്നു പോലീസിന് ഇതിൻ്റെ പരിധിക്കപ്പുറം അന്വേഷിക്കാൻ കഴിയുകയില്ല. പോലീസിന് അന്വേഷിക്കാൻ കഴിയുകയില്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതുപോലൊരു സാമ്പത്തിക കുറ്റകൃത്യമാണ്, ആ കുറ്റകൃത്യം ഇത്രയും വൈകി മാത്രം ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും അതിനുശേഷം ED-യിലേക്ക് റെഫർ ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ ED-ക്ക് ഇനിയും എത്രമാത്രം അന്വേഷിക്കാനുണ്ടാകും? ഇതിനോടകം തന്നെ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കാണില്ലേ? ഒന്ന്. രണ്ട്, സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുമായിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ കള്ളപ്പണത്തിൻ്റെ ക്രയവിക്രയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിനകത്തെ നിയമങ്ങൾ വളരെ ശക്തമാണ്. അതായത് ഫിസ്ക്കൽ ടെററിസം, കള്ളപ്പണത്തിൻ്റെ ഒഴുക്കിനെ നമ്മൾ പറയുന്നത് തന്നെ മോണിറ്ററി ടെററിസം എന്നോ ഫിസിക്കൽ ടെററിസം എന്നൊക്കെയാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ മോണിറ്ററി സ്റ്റെബിലിറ്റിയും ഫിസിക്കൽ സ്റ്റെബിലിറ്റിയും ഒക്കെ തകർക്കുവാനുള്ള ശ്രമങ്ങളായിട്ടാണ് ഈ കള്ളപ്പണത്തിൻ്റെ ക്രയവിക്രയത്തെ കാണുന്നത്. ആ തരത്തിൽ UAPA ചുമത്തുവാൻ കഴിയുന്ന കുറ്റകൃത്യമാണ്. ആ UAPA ചുമത്തുവാൻ കഴിയുന്ന കുറ്റകൃത്യമാണ് എങ്കിൽ ഇവിടെ സലീം മടവൂർ ഈ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന വ്യക്തി, ഈ വിഷയത്തിൽ കോടതിയിൽ പോയ വ്യക്തി, ആ വ്യക്തി തന്നെ കൃത്യമായി പറയുന്നുണ്ടല്ലോ ED-യുടെ അന്വേഷണം അപര്യാപ്തമാണ്, ED വഴിതെറ്റിപ്പോയേക്കാം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് സാധ്യമായിരുന്നത് NIA-ക്ക് ഈ അന്വേഷണം കൈമാറത്തക്ക രീതിയിൽ സംസ്ഥാന പോലീസ് അന്വേഷണ ഏജൻസികൾക്ക് UAPA ചുമത്തുവാൻ കഴിയുന്ന വകുപ്പുകൾ ഉണ്ടായിരുന്നു. UAPA കൊടകര കുഴൽപ്പണ കേസിൽ UAPA ചുമത്തിയാൽ കൃത്യമായി ഒന്ന് NIA-യുടെ നേരിട്ടുള്ള അന്വേഷണമായിരിക്കും. കോടതിയുടെ മേൽനോട്ടം കൂടുതൽ നമുക്ക് കാര്യക്ഷമമായിട്ട് ഇതിനകത്ത് ഉണ്ടാകുവാൻ കഴിയും. ഈ തരത്തിൽ വഴിതെറ്റാതെയുള്ള ഒരു അന്വേഷണം സാധ്യമാകുന്നതുണ്ടായിരുന്നു. ഇതിനകത്ത് റിലേറ്റഡ് ക്രൈമുകളിലേക്ക് പലപ്പോഴും ഈ സംസ്ഥാന പോലീസിന്റെ അന്വേഷണ സംഘം എത്തപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഇത് ഡെക്കോയിറ്റി കേസായിട്ട് തന്നെയാണ് കോടതിയിലേക്ക് പോകുന്നത്. ഡെക്കോയിറ്റി കേസിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഈ കുറ്റപത്രത്തിൽ പോലും ഈ ധർമ്മരാജനോ അതിനോടൊപ്പം തന്നെ ഷംജീർ അടക്കമുള്ള ഇതിനകത്ത് ക്ലെയിം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ ആ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിന് തത്തുല്യമായ ഒരു സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ ഈ പണം തിരികെ അവർക്ക് കൊടുക്കേണ്ടുന്ന തരത്തിലുള്ള കേസ് മാത്രമേ ഉള്ളൂ. കുറ്റപത്രത്തിനകത്ത് ഈ പറയുന്ന പരാമർശങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും സാക്ഷി പട്ടികയിൽ തന്നെയായിരുന്നു. അതിനപ്പുറം സംസ്ഥാന സർക്കാരിന് സുരേന്ദ്രനെ ഈ വിഷയത്തിൽ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണോ BJP നേതാക്കൾ ഉൾപ്പെട്ട കുഴൽപ്പണ കേസിൽ കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള BJPയുടെ ബന്ധം അന്വേഷണ വിധേയമാകണം. കുഴൽപ്പണ ഇടപാടിൽ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ BJP നേതാക്കളും കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ബന്ധം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ്. BJPയുടെ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നതായാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതെന്റെ പ്രസ്താവനയല്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയതിനു ശേഷം വിജയരാഘവൻ എന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ ആക്ടിംഗ് സെക്രട്ടറിയുടെ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ സംസ്ഥാന പോലീസിന്റെ കയ്യിൽ പരിധിയിൽ മാത്രം വരുന്നതായിരുന്നല്ലോ BJP നേതാക്കന്മാരും കൊട്ടേഷൻ സംഘവും തമ്മിലുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ടോ ഈ കേസിനകത്ത്? അവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന മറ്റെന്തെങ്കിലും രേഖകളുണ്ടോ? അത് സെപ്പറേറ്റ് ക്രൈമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണല്ലോ. അതെല്ലാം പോലീസിന് കൃത്യമായി ബോധ്യമുണ്ട്. ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് അവർ ഇനി എത്ര അന്വേഷണം നടത്തിയാലും ഏതെല്ലാം കുറ്റപത്രങ്ങൾ സമർപ്പിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് പരിമിതിയുണ്ട്. പോലീസ് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. BJPക്ക് വേണ്ടിയാണ് ഈ പണം വന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പണം എത്തിച്ചതെന്നും കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ചുറ്റും നിൽക്കുന്ന ആളുകളാണ് ഇത് കൈകാര്യം ചെയ്തു എന്നുമുള്ള വിവരങ്ങൾ ഈ കുറ്റപത്രത്തിലുള്ളപ്പോൾ അതിന് ഗൗരവം പോരാ എന്ന് താങ്കൾ പറയുന്നെങ്കിൽ അതിന് താങ്കൾക്ക് CPM തന്നെ മറുപടി പറയട്ടെ. ശ്രീ SK സജീഷ്, UAPA ചുമത്തേണ്ടിയിരുന്നു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഉന്നയിച്ച പല കാര്യങ്ങളും അത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടില്ല. കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള BJP നേതാക്കളുടെ ബന്ധമടക്കമുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിട്ടില്ല. ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണങ്ങൾ. അതിനുള്ള കൃത്യമായ മറുപടി. ഈ കേസിൽ ഏത് ഘട്ടം വരെ പോലീസിന് പോകാമെന്നുള്ള കാര്യം രാഹുലിനും അറിയാവുന്നതാണ്. പക്ഷെ അതിൽ തന്നെ പോകാവുന്ന ഭാഗങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. സ്മൃതി, ഈ ചർച്ചയിൽ ഞാൻ റൂമിലായതുകൊണ്ട് എനിക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഈ ചർച്ചയിൽ BJP പ്രതിനിധി പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, BJP പ്രതിനിധിയെ നമുക്ക് കിട്ടിയിട്ടില്ല.
അപ്പോൾ ഞാൻ കരുതിയത് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് BJP പ്രതിനിധിയാണെന്നാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കോൺഗ്രസ് പ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടമാണ്. കാരണം അദ്ദേഹം സംസാരിച്ചത് BJPക്ക് വേണ്ടിയിട്ടാണ്. ഇവർ സാക്ഷി പട്ടികയിലേ ഉള്ളൂ, ഇവരാരും പ്രതിയായിട്ടില്ല എന്ന നിലയിലാണല്ലോ ഇവിടെ രാഹുൽ. വ്യക്തിപരമായ ആരോപണമാണ് സ്മൃതി, വ്യക്തിപരമായ ആരോപണമാണ് സ്മൃതി. താങ്കൾ ഇടപെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. BJPയെ സഹായിക്കുന്ന ഏത് വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്? രാഷ്ട്രീയ ആരോപണമാണ് രാഹുൽ, കുഴപ്പമില്ല. അത് പറയുന്നതിൽ ശ്രീ സജീഷ് രാഷ്ട്രീയ ആരോപണമല്ല. ശ്രീ സജീഷ് ഇത്രയും നേരം BJPക്കെതിരായ സജീഷ് ഒരു മിനിറ്റ് ഞാൻ പറയുകയാണല്ലോ രാഹുൽ ഞാൻ ഇടപെടുക തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, സജീഷിന്റെ വീഡിയോ മാത്രമല്ല ഓഡിയോയും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് BJPക്കാരന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചതെന്ന് പറയുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റിനെതിരെ UAP ചുമത്തണമെന്ന് പറയുന്നത് BJPക്ക് വേണ്ടി സംസാരിക്കലാണോ? ശരി സജീഷ് രാഹുൽ പറഞ്ഞത് താങ്കൾക്കും വ്യക്തമായതാണ്. നമുക്ക് മറുപടിയിലേക്ക് വരാം. പറഞ്ഞതും അതിനു മുമ്പ് സലീം മടവൂർ പറഞ്ഞതും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ താങ്കളോട് വ്യക്തമായി ചോദിച്ചത് ഈ ചർച്ചയിൽ BJP പ്രതിനിധി ഉണ്ടോ എന്നാണ്. ആ കുറവ് നികത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചത്. BJP പ്രതിനിധി ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ആദ്യ വാദം ചിലപ്പോൾ ഇതിൽ പറയുക ഈ നേതാക്കന്മാരാരും പ്രതിപട്ടികയിലല്ലല്ലോ, സാക്ഷി പട്ടികയിലല്ലേ ഉള്ളത് എന്നായിരിക്കും. ആ വാചകം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈ ചർച്ച ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്ന മറുപടി BJPക്കും കോൺഗ്രസിനും, അതായത് രാഹുലിനും കോൺഗ്രസിനും BJPക്കും എല്ലാം ചേർത്തുള്ള മറുപടിയാണ്. കാരണം ഇവരുടെ ഒരു കൂട്ടുകെട്ടാണല്ലോ നിലനിൽക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഈ കുറ്റപത്രത്തിനകത്ത് വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങളുണ്ട്. ആ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് രാഹുൽ ഒരു കാര്യം താങ്കൾക്ക് സമയം അനുവദിക്കും. ആ സമയത്ത് സംസാരിക്കുക. BJP സംസ്ഥാന പ്രസിഡന്റിനെതിരായിട്ട് UAP ചുമത്താത്തത് എന്ത് എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ പറയുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്നോട് പറയരുത്. താങ്കൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, പറഞ്ഞോളൂ. ഒരു കാര്യം എന്റെ അഭിപ്രായം ഞാൻ പറയും. രാഹുൽ ഞാൻ ചോദിക്കുകയാണ് താങ്കൾ പറഞ്ഞത്. ശരി, ഞാൻ താങ്കൾ പറഞ്ഞതിനെ ചോദിക്കുന്നു. ശരി, ബഹളം വേണ്ട രാഹുൽ, ഒരു മിനിറ്റ്. സജീഷ്, അതാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത്. സുരേന്ദ്രനെതിരെ എന്തുകൊണ്ട് UAP ചുമത്തിയിട്ടില്ല? ഞാൻ ചോദിക്കുകയാണല്ലോ, ഇനി ബഹളം എന്തിനാണ്? എന്നെ BJP പ്രതിനിധി എന്ന് വിളിച്ചാൽ ക്ഷമിക്കത്തില്ല. ഒരു മിനിറ്റ്. അല്ല, എന്നെ BJP പ്രതിനിധി എന്ന് വിളിച്ചാൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അതൊരു രാഷ്ട്രീയ തന്ത്രമായിട്ട് അതേ തന്ത്രത്തിൽ തിരിച്ചു മറുപടി നൽകിയാൽ മതി രാഹുൽ. രാഹുലെ ഒന്ന് സജീഷ് ഒരു മിനിറ്റ്. രാഹുൽ ഒന്നും മിണ്ടാതിരിക്കൂ. രാഹുൽ സംസ്ഥാന പ്രസിഡന്റ് UAP ചുമത്തണമെന്ന് പറയുന്നത് BJPയുടെ ആംഗിളാ. ശരി രാഹുൽ, ഒരു മിനിറ്റ് മിണ്ടാതിരിക്കൂ. അതിനുള്ള മറുപടി സജീഷ് തന്നെയാണ് സ്മൃതി എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സജീഷിന് ഒന്നും പറയാനില്ലെങ്കിൽ സജീഷ് തെറി പറയട്ടെ. ഞാൻ അത് സഹിക്കാനും ക്ഷമിക്കാനും വന്നത്. ഒരു കാര്യം രാഹുൽ ഒരു കാര്യം ചെയ്യുക. രാഹുലിന്റെ ശബ്ദമുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ ശബ്ദം ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കില്ല. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണമെങ്കിൽ പോയി രാഹുൽ ഗാന്ധിയോട് പറയും. രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കോൺഗ്രസ്സുകാരും പലരും BJPക്കൊപ്പമാണ് പോകാൻ നിൽക്കുന്നതെന്ന്. അവിടെ പോയി മറുപടി പറയും. പിണറായി വിജയനും സുരേന്ദ്രനും ഒക്കെ ഒരുപോലെ ആയിരിക്കും, ഒക്കെ ചങ്ങായിമാരായിരിക്കും. എന്റെ അടുത്ത് വേണ്ട. എന്നെ താല്പര്യമില്ല. പാലിക്കേണ്ട സാമാന്യ മര്യാദ പാലിക്കും. എനിക്ക് ശബ്ദമില്ലാഞ്ഞിട്ടല്ല. ഞാൻ രാഹുലിവിടെ ഉന്നയിച്ച കാര്യം BJPയുടെ വാദമാണ് എന്ന കാര്യം ഞാൻ 100% ഉറച്ചു നിൽക്കുന്നു. BJP പറയേണ്ട വർത്തമാനം ഈ ചർച്ചയിൽ രാഹുൽ പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിന് ഘടകവിരുദ്ധമായ അഭിപ്രായം താങ്കൾക്കുണ്ടെങ്കിൽ താങ്കളുടെ കൂടെ വരുമ്പോൾ പറഞ്ഞോളൂ. BJP സംസ്ഥാന പ്രസിഡന്റിനെതിരെ UAP ചുമത്തണമെന്ന് പറയുന്ന BJPയുടെ വാദമാണോ? നിയമത്തിനകത്ത് നിൽക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. നിയമത്തിനകത്ത് നിൽക്കാത്ത കാര്യങ്ങളെ കുറിച്ച് എനിക്കവിടെ പറയാനുണ്ട്. പുതിയ ഒരു കാര്യം ഇങ്ങനെയാണ് ഇടപെടുന്നതെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും അതിൽ തുടർന്ന് അഭിപ്രായം പറയുമ്പോൾ രാഹുലിന് തന്നെ മനസ്സിലാവും രാഹുൽ പറഞ്ഞത് BJPയുടെ അഭിപ്രായമാണ്. നിങ്ങൾ രണ്ടുപേരും പ്ലീസ്.
നിങ്ങൾ രണ്ടുപേരും ഞാൻ നിശബ്ദനാണ്. ഞാൻ നിശബ്ദനാണ്. എന്റെ ഊഴത്തിൽ സംസാരിക്കാനുള്ള അവസരം എനിക്ക് തരണം. സജീഷ് ഈ ഊഴം നിർത്തൂ പ്ലീസ്. ഒന്ന് പറയുന്നത് കേൾക്കൂ. സജീഷ് ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ. സജീഷിനോട് തന്നെയായിരുന്നല്ലോ ചോദ്യം. രാഹുൽ പറയുകയാണ് UAPA എന്തുകൊണ്ട് ചുമത്തിയില്ല. അപ്പോൾ അതിന് മറുപടി പറയാം. എന്തിനാണ് രാഹുലിനെ ഇങ്ങനെ BJP-കാരനെന്ന് പറഞ്ഞുകൊണ്ട്? നമ്മുടെ കയ്യിൽ വേറെ കാര്യങ്ങളുണ്ടല്ലോ. താങ്കളുടെ കയ്യിൽ ആ കുറ്റപത്രത്തിലെ ബലമുള്ള വസ്തുതകളുണ്ടല്ലോ. അത് മുന്നോട്ട് എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത ഈ ചെറിയ തർക്കത്തിലേക്ക് പോകണം? ഞാൻ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കുറ്റപത്രത്തിൽ പറഞ്ഞ കാര്യവും രാഹുൽ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ കാര്യവും ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതെന്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സമയത്ത് പറയാവുന്നതാണ്. രൂക്ഷമായ വിമർശനം എനിക്ക് നേരെ ഉന്നയിക്കാം. വിമർശനം കേൾക്കുമ്പോഴേക്ക് ചൂളിപ്പോകുന്നവരാണോ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? താങ്കൾക്ക് എന്റെ നേരെ വിമർശനം ഉന്നയിക്കാം. അതിനുള്ള ജനാധിപത്യപരമായ അവകാശം താങ്കൾക്കുണ്ട്. അതിന് സമയം വരും. അലങ്കാരമായിരിക്കും. എനിക്കത് അലങ്കാരം, എനിക്കത് അശ്ലീലവും അസഭ്യവുമായിട്ടാണ് തോന്നുന്നത്. അത് വൈകാരികമായ പ്രതികരണമാണ് സജീഷ്. ഒരു കോൺഗ്രസ് പ്രവർത്തകനെ BJP-കാരനെന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് BJP-യോട് ഒരു ആഭിമുഖ്യവും ഇല്ല എങ്കിൽ അത് അപമാനം തന്നെയാണ് കോൺഗ്രസ്സുകാരന്. അഭിപ്രായമാണ് ഇവിടെ രാഹുൽ പറഞ്ഞത് എന്ന കാര്യത്തിൽ എനിക്ക് അതെങ്ങനെയാണ്? പിണറായി വിജയൻ തൊട്ട് താഴോട്ട് താങ്കൾ വരെയുള്ള ആളുകൾ BJP-യുടെ ആനുകൂല്യം പറ്റിയവരായിരിക്കും. ഇന്നത്തെ ദിവസം വരെ എന്റെ വ്യക്തി ജീവിതത്തിലോ പൊതുജീവിതത്തിലോ BJP-കാരുടെ ഒരു എനിക്ക് കഴിയില്ല. അത് വ്യക്തിപരം തന്നെയാണ്. നിങ്ങളാണ് BJP-യുടെ ഏജന്റായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യത്തെ കുറിച്ചുള്ള നിങ്ങളാണ് BJP-യുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നോവിലായിരിക്കും. അത് സത്യമായതുകൊണ്ടായിരിക്കും. ഞാനതിനെ വൈകാരികമായി സജീഷ് അത് സ്മൃതിയായിരുന്നു നിയന്ത്രിക്കേണ്ടത്. ഈ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചത് സ്മൃതിയാണ്. ശരി രാഹുൽ, ഞാനിത് ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ദയവ് ചെയ്ത് സംയമനം പാലിക്കുക. സജീഷ്, ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം എന്തുകൊണ്ട് UAPA ചുമത്തില്ല? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. നമുക്കതിന്റെ നിയമപരമായി എന്തൊക്കെ സാധ്യതകളുണ്ട്, എത്രത്തോളം ഗൗരവത്തോടെ ഈ കേസ് മുന്നോട്ട് പോകാൻ കഴിയും, ഇതൊക്കെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറയും. അദ്ദേഹത്തിലേക്ക് കൂടി പോകണ്ടേ? 8:22 ഒരു കാര്യം ഞാൻ പറയാം, അവസാനം ഞാൻ പറഞ്ഞോളാം. അല്ല, ആദ്യം തന്നെ രാഹുൽ ഗേരി ഇടപെടേണ്ടത് ഒരു കാര്യം. ഈ സാക്ഷിപ്പട്ടികക്കകത്ത്, ഈ കുറ്റപത്രത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങളുണ്ട്. ഹവാല ഏജന്റായ ധർമ്മരാജൻ, അതായത് ബിജെപിയുമായി ബന്ധമുള്ള ഹവാല ഏജന്റായ ധർമ്മരാജൻ സാക്ഷികളുടെ അറിവോടെ, സാക്ഷികൾ ആരെല്ലാമാണ്? ഈ പറഞ്ഞ കെ സുരേന്ദ്രൻ, M ഗണേഷ് തുടങ്ങിയ BJPയുടെ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ 2 നേതാക്കന്മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന, BJPക്ക് വേണ്ടി കൊണ്ടുവന്ന പണം BJPയുടെ ആലപ്പുഴ ജില്ലാ ട്രഷററായ ഗോപാലകൃഷ്ണ കർത്തയെ ഏൽപ്പിക്കാനാണ് കൊണ്ടുവന്നത്. ഇത്രയും കാര്യം ഇതിനകത്ത് പറയുമ്പോ അതുകൊണ്ട് ഇതിനെ നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ BJP പ്രതിനിധികൾ പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത് എന്ന് നമ്മൾ കാണണം. ഇതിനകത്ത് ഒന്നുകൂടിയുണ്ട്. BJP പ്രതിനിധികൾ പങ്കെടുക്കാത്തത് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല സജീഷ്. കാരണം ഈ കൊടകര വിഷയത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് സംസാരിക്കാൻ. എല്ലാ BJP നേതാക്കൾക്കും വരാൻ പറ്റില്ല, എല്ലാ വക്താക്കൾക്കും വരാൻ പറ്റില്ല. ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ട്. അതിൽ തന്നെ പറയുന്ന പല പേരുകളും അവർ ചർച്ചയ്ക്കേ വരാറില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ പലരെയും വിളിക്കുന്നു, നടക്കുന്നില്ല. ശരി, അത് വിട്ടേക്ക്. ഞാൻ പറയുന്നത് ഈ കുറ്റപത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ 39ാമത്തെ പേജിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടത്, നിയമപരമായി അന്വേഷണം നടത്തേണ്ടത് EDയും അതുപോലെ തന്നെ ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റും കേരള ഇലക്ഷൻ കമ്മീഷനുമാണ്. അതുകൊണ്ട് ഈ ആളുകൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. ഇവരുടെ അറിവോടുകൂടിയാണ് ഈ പണം കൊണ്ടുവന്നിട്ടുള്ളത്. 25 ലക്ഷം രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്ന കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ കണ്ടെത്തിയ കാര്യം യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ട ED, അതുപോലെ തന്നെ ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, കേരള ഇലക്ഷൻ കമ്മീഷൻ ഇവർക്കെല്ലാം ഇതിന്റെ കോപ്പി നൽകുന്നതാണ് എന്ന് പറയുന്നതാണ് ഈ കുറ്റപത്രം. അങ്ങനെ പറയുന്ന കുറ്റപത്രത്തിൽ നമ്മൾ കാണേണ്ടത് എല്ലാ വസ്തുതകളും കൃത്യമായി BJPയുടെ
ഇതിലെ പങ്കിനെ കുറിച്ച് എല്ലാ വസ്തുതകളും തുറന്ന് വെളിപ്പെടുത്തുന്ന ഒരു കുറ്റപത്രമാണ് വന്നിട്ടുള്ളത്. പറ്റുമെങ്കിൽ രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾ അത് വായിക്കുക. എന്നിട്ട് ഇതിൽ സാക്ഷിയായിട്ടേ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് ലജ്ജാകരമാണ്. ആ നിലപാട് BJP-യുടേതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ നിലപാട് പറയുന്നെങ്കിൽ അത് BJP-യുടേതാണ്. ഇങ്ങനെ ഒരു കാര്യം ഈ കൊടകര കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ കോൺഗ്രസിന്റെ വക്താവുമായി തർക്കിക്കേണ്ടി വരുന്നു എന്നതും ലജ്ജാകരമാണ്. നമ്മൾ ഇതിനകത്ത് പ്രതി ചേർക്കുന്നത് ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള പ്രക്രിയയിൽ കേരളത്തിലെ ജനതയെ വഞ്ചിച്ചിട്ടുള്ളത് BJP ആണ്. അതുകൊണ്ട് ഏകസ്വരത്തോടു കൂടി അങ്ങോട്ടാണ് ചരങ്ങളെല്ലാം വരേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ചർച്ചയ്ക്കകത്ത് വരുന്ന കോൺഗ്രസ് പ്രതിനിധികൾ സർക്കാരിനെയും പോലീസിനെയും വിമർശിക്കാൻ ആദ്യ ഭാഗം തന്നെ ഉപയോഗപ്പെടുത്തും. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന കൊണ്ടാണ് കോൺഗ്രസ് പ്രതിനിധികൾക്ക് വിമർശനമേൽക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഒരു വാചകത്തിലെങ്കിലും അവരെ കുറ്റപ്പെടുത്തൂ. അല്ലാതെ ഈ കേസിനകത്ത് നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ ഞങ്ങൾ അഭിപ്രായം പറയണം എന്ന് പറയുന്നത് ശരിയല്ല. ചിലപ്പോൾ BJP-ക്ക് വേണ്ടി പറയുന്ന ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം ഇത് ഇന്റർപോൾ അന്വേഷിക്കണമെന്ന്. അങ്ങനെ പറയുന്നത് ഇതിനകത്ത് നിൽക്കില്ലല്ലോ. ഇതിനകത്ത് UAPA ചുമത്തണം, മറ്റു കേസുകൾ ചുമത്തണം. അതെല്ലാം തീരുമാനിക്കുന്നത് നിയമപരമായ അന്വേഷണ ഏജൻസിയാണ്. അതിന് പകരം ഇതിൽ സാക്ഷി പട്ടികയിൽ മാത്രമേ ഉള്ളൂ എന്ന വാദം ഉന്നയിച്ചാൽ അതിന്റെ അർത്ഥം പച്ചയായി BJP-യുടെ വാദം ഉന്നയിക്കുന്നു എന്ന് തന്നെയാണ്. അത് പൊള്ളിയിട്ട് കാര്യമില്ല. അത് ഞാൻ വലിയ മഹാനാണ്, ഞാൻ വലിയ മതനിരപേക്ഷവാദിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തുക. രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് ഈ കോൺഗ്രസ്സുകാരൊക്കെ BJP-യിലേക്ക് പോകുന്ന ആളുകളാണ്. ഞാനല്ല പറഞ്ഞത്. അതാണോ നമുക്ക് ആ കുറ്റപത്രത്തിൽ നിന്നും മനസ്സിലാകുന്നത്? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ബാക്കി ഇനി ED-ക്കാണ് അന്വേഷണം നടത്താനാവുക. ED-ക്ക് അതിന്റെ പകർപ്പ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിനും പകർപ്പ് നൽകുമെന്നുള്ള കാര്യം പോലീസ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ നിയമവശം വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ലീഗലി പറയുമ്പോൾ. അതുകൊണ്ട് അല്പം സമയം തരണം ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യം. ഒന്ന്, ഇപ്പൊ കൊടുത്തിരിക്കുന്ന ചാർജ് ഷീറ്റില് ഫൈനൽ റിപ്പോർട്ടില് സെക്ഷൻ 395 ഡക്കോയിറ്റി, 412, 212, 427, 120B ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഡക്കോയിറ്റി ഇതുമായി ബന്ധപ്പെട്ട കവർച്ച മാത്രം ബന്ധപ്പെടുന്ന ഒഫൻസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കുറ്റപത്രം. ഈ കുറ്റപത്രത്തില് സാക്ഷി പട്ടികയിൽ കുറെ ആളുകളുടെ പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, BJP നേതാക്കളുടെ പേര് ഇൻക്ലൂഡ്. അതുകൊണ്ട് ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ ഏതായാലും ഈ കുറ്റപത്രം മൂലം BJP-ക്കാർക്കെതിരെ വരില്ല എന്ന് പറയുന്ന വാദം കറക്റ്റ്. ഒരു അപകടം കാണുന്ന ഒരു പ്രശ്നം, ഈ പണത്തിന് വേണ്ടിയിട്ട് പണം തിരിച്ചു കിട്ടുന്നതിനുള്ള ഒരു പെറ്റീഷൻ കോടതിയിൽ കൊടുത്തു. അതിന് അതിന്റെ മുകളിലേക്ക് പെറ്റീഷൻസ് ഒക്കെ പോകും. അവിടെയൊക്കെ ഈ പണം ആരുടേതാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് ഒക്കെ ഈ റിപ്പോർട്ടിലുണ്ട്. ഏതായാലും ഈ പണം BJP-യുടെ പണമാണ്, ഇലക്ഷനുമായി കൊണ്ടുവന്ന പണമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പണത്തിന് ഉടമസ്ഥരാരാണെന്ന് ഒരു ഇൻഡിക്കേഷൻ അതിനകത്ത് കൊടുക്കുന്നു. അതിൽ നിന്ന് പോലീസിന് പുറകോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പണം തിരിച്ചു കിട്ടുന്ന പെറ്റീഷനുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ലീഗലി ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. ഇനി രണ്ടാമത്തെ വിഷയം, സലീം പറഞ്ഞിരിക്കുന്നു കോടതിയിൽ പോയിരിക്കുന്നു, ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നതിന് കോടതിയെ പോയിട്ട് അന്വേഷിപ്പിക്കാവുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏത് നിയമപ്രകാരം അന്വേഷിക്കും? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട നിയമം ഫെമയാണ്. ഫെമയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്റ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അത് ഫോറിൻ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം അത് ജൂറിസ്ഡിക്ഷൻ. പിന്നെയുള്ളത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, PMLA. നമ്മളിപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുകളൊക്കെ അന്വേഷിക്കുന്ന PMLA-യുടെ സെക്ഷൻ 3 പ്രകാരമുള്ള ഒഫൻസാണ്. PMLA-യുടെ സെക്ഷൻ 3 ഒഫൻസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഷെഡ്യൂൾഡ് ഒഫൻസിന്റെ പ്രൊസീഡ് ഓഫ് ക്രൈമിനെ ഐഡന്റിഫൈ ചെയ്യും. അതിനെ നമ്മൾ ലീഗലായിട്ട് പറയുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവുന്നു. ഈ പ്രൊസീഡ് ഓഫ് ക്രൈം എന്ന് പറയുന്നത് ഒരു ക്രൈം ഒഫൻസ് നടന്നാൽ ആ ഒഫൻസിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന പണമാണ്. ആ ഒഫൻസിന്റെ പണം എന്ന് വേണമെങ്കിൽ പറയാം. ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് പറയുന്നത് ആ ആക്ട് തന്നെ സെക്ഷൻ 2Y ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് PMLA ആക്ടിന്റെ ഷെഡ്യൂളിലുള്ള ഏതെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ അതിന്റെ പ്രൊസീഡ് ഓഫ് ക്രൈം ഐഡന്റിഫൈ ചെയ്ത് കോൺഫിസ്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ PMLA ആക്ടിലെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ED അന്വേഷിക്കാൻ പോകുന്നത് എക്സ്റ്റോർഷൻ കേസിലാണ്. കവർച്ച കേസിൽ അന്വേഷിച്ച് പോയിട്ട് അതിന്റെ പ്രൊസീഡ് ഓഫ് ക്രൈമിലേക്ക് പോകാനേ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടുത്തെ ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ കവർച്ച മാത്രമാണ്. ED വന്നതുകൊണ്ട് ഈ PMLA ആക്ട് പ്രകാരം ബാക്കിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം ഓഫൻസ് കവർച്ചയിലാണ്. ഇപ്പൊ ED വന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ED വന്നു എന്ന് പറയും. ED വന്നാൽ കവർച്ചയുടെ പണത്തിന്റെ പ്രൊസീഡ് ഓഫ് ക്രൈം കണ്ടെത്തിയത് കോൺഫിസ്കേറ്റ് ചെയ്യും. അതോടുകൂടി പ്രോസിക്യൂഷൻ കഴിഞ്ഞു. ഇനി അടുത്ത പ്രശ്നം, ഞാൻ നേരത്തെ മുമ്പ് പോലെ ഞാൻ പലപ്പോഴും നിങ്ങളുടെ ചർച്ച ഇവിടെ വെച്ച് തന്നെ ഞാൻ സ്മൃതിയുമായിട്ട് തന്നെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ മോണിറ്ററി സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഇഷ്യൂ പറഞ്ഞു, രാജ്യത്തിന്റെ എക്കണോമിക് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയം വന്നാൽ അത് സെക്ഷൻ 15 UAPA പ്രകാരമുള്ള ഒരു ടെററിസ്റ്റ് ആക്ടാണ്.
അപ്പൊ എക്കണോമിക് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയം സെക്ഷൻ 15 ഒഫൻസ് ആണ് എന്നിരിക്കെ ആ ഒഫൻസ് എക്കണോമിക് സെക്യൂരിറ്റി മുമ്പ് യൂണിറ്റി ഇന്റഗ്രിറ്റി സെക്യൂരിറ്റി എന്ന് മാത്രം ഉണ്ടായിരുന്നതിന് 2014 അമെന്റ് ചെയ്ത് എക്കണോമിക് സെക്യൂരിറ്റി എന്ന് വാക്ക് ഉപയോഗിച്ചിട്ട് എക്കണോമിക് സെക്യൂരിറ്റിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസിൽ UAP ഇൻവോക്ക് ചെയ്തിരിക്കുന്നത് അറിയാമല്ലോ. അപ്പൊ രാജ്യത്തിലെ എക്കണോമിക് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒഫൻസിന്റെ UAPയുടെ സെക്ഷൻ 15 ഡെഫിനിഷന്റെ ഉള്ളിൽ വരും. അങ്ങനെ വരുമെങ്കിൽ അത് സെക്ഷൻ 16 പ്രകാരം പണിഷ്മെന്റ് കൊടുക്കാവുന്ന ഒരു ഒഫൻസാണ്. ഇവിടെയാണ് പ്രത്യേകത. UAP ഒഫൻസ് ആഡ് ചെയ്യപ്പെട്ടാൽ പിന്നെ ED അന്വേഷിച്ചു പോകുന്നത് UAP ഒഫൻസിലേക്കാണ് പോകുന്നത്. UAPയും EDയുടെ ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്, PMLA പ്രകാരമുള്ള ഷെഡ്യൂൾഡ് ഒഫൻസ്. ഞാൻ ഇത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് അറിയോ, അങ്ങനെ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ഏജൻസി ഉണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ റെഗുലേറ്റ് ചെയ്യുന്ന നിയമം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആക്ട് 2008. ആ 2008 ആക്ട് പ്രകാരം നമുക്ക് പറയാം അലൻ താഹ കേസിൽ നാഷണൽ UAP ഒഫൻസ് ഉണ്ടായത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് NIA അല്ല. NIA ആണ് ശരിക്കും UAPയുടെ നോഡൽ ഏജൻസി. UAP കേസ് വന്നാൽ NIA ആണ് ജനറലി അന്വേഷിക്കേണ്ടത്. എന്നാൽ സ്റ്റേറ്റ് പോലീസിനും അന്വേഷിക്കാം. അതുകൊണ്ടാണ് അലൻ താഹ സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കുന്നത്. അപ്പൊ അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ NIA ആക്ടിലുണ്ട്. അത് സെക്ഷൻ 6. സെക്ഷൻ 6ന്റെ സബ്സെക്ഷൻ 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓൺ റെസീപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡിംഗ് thereof under section 154 of the Code of Criminal Procedure relating to any scheduled offense, the officer in charge of the police station shall forward the report to the state government forthwith. എന്ന് പറഞ്ഞാൽ ഈ NIA ആക്ടിന്റെ ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് UAP നിയമങ്ങൾ. ആ UAP നിയമത്തിന് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പോലീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർത്ത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് സെൻട്രൽ ഗവൺമെന്റ് അയച്ചു കൊടുക്കണം. സെൻട്രൽ ഗവൺമെന്റ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ രാജ്യത്തിന്റെ മോണിറ്ററി സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നു, എക്കണോമിക് സെക്യൂരിറ്റിയെ ബാധിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അത് സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ NIAക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഏജൻസി കൊണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിക്കും. അവിടെ UAP ആഡ് ചെയ്യാനുള്ള ഒരേ ഒരു പ്രൊവിഷൻ സെക്ഷൻ 6 NIA ആക്ട് ആണ്. ആ NIA ആക്ടിൽ സെക്ഷൻ 6 ഇൻവോക്ക് ചെയ്യണമെങ്കിൽ പോലീസിന് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഇതുവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും, സെൻട്രൽ ഏജൻസിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ചെയ്യില്ല എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്റ്റേജിലെങ്കിലും അത്തരം ഒരു റിപ്പോർട്ട് മാൻഡേറ്ററി അല്ലേ? UAP ആഡ് ചെയ്താൽ മാത്രമേ ഈ സാക്ഷികളെ പ്രതിയാവുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ഇവിടെ വാക്കുകൊണ്ട് ഉച്ചരിച്ചാൽ പോലും UAP ആഡ് ചെയ്തിട്ട് സാമ്പത്തികമായ ട്രാൻസാക്ഷൻ UAP ചാർജ് എത്രയോ പേര് ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ജയിലിൽ കിടക്കുന്നുണ്ട്. UAP ആഡ് ചെയ്താൽ മാത്രമേ ഈ സാക്ഷികളുടെ മേൽ ഗുരുതരമായ കുറ്റം ചുമത്താനാകുകയുള്ളൂ. UAP ആഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റെപ്പും എടുത്തിട്ടില്ല എന്നതുകൊണ്ട് ഇവരെ ഇനിയിപ്പോ ഇൻകം ടാക്സിൽ EDയിലേക്ക് പോകുന്നുണ്ട് പറഞ്ഞു. EDയുടെ ഫെയ്റ്റ് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻകം ടാക്സിലേക്ക് പോയാൽ എന്താ ചെയ്യുന്നത്? ഇൻകം ടാക്സ് പ്രോസിക്യൂഷൻ ആണോ? ഇൻകം ടാക്സിൽ ഇവർക്ക് കൊടുത്ത നോട്ടീസ് കൊടുത്ത് ഇതിന്റെ സോഴ്സിന് ഒരു മറുപടി കൊടുക്കും. മറുപടി തൃപ്തികരമല്ലെങ്കിൽ അത് കണ്ടുകെട്ടും. വേറെന്താണ്? അതോടെ കഴിഞ്ഞില്ലേ? ഇത് ഞാൻ പറയുന്നത് എവിടെയാണ് ഇവരെ ബുക്ക് ചെയ്തിരിക്കുന്നത്? ബുക്ക് PMLA പ്രകാരമുള്ള അന്വേഷണത്തിലേക്ക് പോകില്ല എന്നാണോ പറഞ്ഞത്? താങ്കൾ പറഞ്ഞ കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കുറിച്ച് താങ്കൾ വളരെ വിശദമായി തന്നെ പറയുന്നു, പക്ഷേ കുറച്ചുകൂടി വ്യക്തത വേണ്ടതുണ്ട്. ഇതിപ്പോൾ EDക്ക് അന്വേഷിക്കാവുന്ന തരത്തിലേക്ക് ഇത് മാറുന്നില്ല. EDയുടെ അടുത്തേക്ക് പോകേണ്ടതിന് മുൻപ് സംസ്ഥാന സർക്കാരിന് തന്നെ ഗുരുതരമായ ചില വകുപ്പുകൾ ചുമത്താമായിരുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ ഈ ഹവാല പണം ഒരു സംശയമാണ്. ഹവാല പണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സംസ്ഥാനത്തെ പോലീസിന് എത്രത്തോളം അന്വേഷിക്കാനാകും? കള്ളപ്പണം എങ്ങനെ അന്വേഷിക്കാനാകും? ഹവാല എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഫെമ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫെമ എന്ന നിയമം അട്രാക്ട് ചെയ്യണമെങ്കിൽ ഫോറിൻ സോഴ്സിൽ നിന്ന് ഫണ്ട് വേണം. നമ്മൾ വെറുതെ ഹവാല എന്ന് പറയാൻ പറ്റില്ല. ഫോറിൻ സോഴ്സിൽ നിന്ന് ഫണ്ട് ഉണ്ടെങ്കിൽ EDക്ക് ഫെമ ഇൻവോക്ക് ചെയ്യാം. ഇത് ഫോറിൻ സോഴ്സ് എന്നൊരു അലിഗേഷൻ ഇല്ല. അവിടുത്തെ പ്രശ്നം പിന്നെ ഉണ്ടാക്കുന്ന ഒരേ ഒരു നിയമം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ ലിമിറ്റേഷൻ ഇതാണ്: ഏതെങ്കിലും ഒരു ഒഫൻസ് ഏതെങ്കിലും ഒരു ഏജൻസി എടുക്കുകയാണെങ്കിൽ, ഒരു ഒഫൻസ് എടുത്തോ, ആ ഒഫൻസിലാണ് അന്വേഷണം നടത്താൻ പറ്റുള്ളൂ. PMLAക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല. ആ ഒഫൻസ് ഇപ്പൊ സ്റ്റേറ്റ് പോലീസ് എടുത്തിരിക്കുന്ന ഒഫൻസ് എക്സ്റ്റോർഷൻ ആണ്, അതായത് പിടിച്ചു പറിച്ചു എന്ന ഒഫൻസ് ആണ്. ആ ഒഫൻസിൽ പിടിച്ചു പറിച്ച പണം എവിടെ എന്ന് കണ്ടെത്താം. അതാണ് പ്രൊസീഡ് ഓഫ് ക്രൈം. ഞാൻ വേണമെങ്കിൽ ആ സെക്ഷൻ ഒന്നുകൂടെ വായിക്കാം. സെക്ഷൻ 3 ഇങ്ങനെയാണ് പറഞ്ഞ്: whoever directly or indirectly attempts to indulge or knowingly assisting or knowingly is a party or is actually involved in any process or of activity connected with the proceeds of crime എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നത് കവർച്ചയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ അന്വേഷണം തുടങ്ങിയത്. കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങി അത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി തെളിഞ്ഞു വരികയാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഈ പണം തിരഞ്ഞെടുപ്പിന്റെ സമയത്ത്
തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് എന്ന കാര്യത്തിനാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് 40 കോടി പണം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അത് ശരിയായ മാർഗത്തിലൂടെയല്ല എത്തിച്ചതെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അത് അതിന്റെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ആ ഗൗരവമുള്ള വിഷയത്തിലേക്ക് കൂടി അന്വേഷണം എത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അവിടെ പോലീസിന് പരിമിതി ഉള്ളതുകൊണ്ട് ആ പരിമിതിക്കപ്പുറത്തേക്ക് ആർക്കാണോ അന്വേഷണം നടത്താനാവുക അവരിലേക്ക് അത് കൈമാറുന്നു. ഞങ്ങൾക്ക് ഇത്ര വിവരം ലഭിച്ചിരിക്കുന്നു, ഇത് 2 കോടിയാണ് ഇപ്പോൾ കണ്ടുകിട്ടാനുള്ളത് എന്നുള്ളതാണല്ലോ നമ്മൾ അറിയുന്നത് കൊടകരയിൽ. പക്ഷെ അങ്ങനെയല്ല, 40 കോടി തന്നെ പോന്നിട്ടുണ്ട്. അതിൽ 17 കോടി കർണാടകത്തിൽ നിന്നാണ് സമാഹരിച്ചത്, ബാക്കി മറ്റൊരിടത്താണ് സമാഹരിച്ചത്. അതിൽ സേലത്ത് വെച്ച് വേറെയും ഒരു മോഷണം നടന്നിട്ടുണ്ട്. ഇത് ഈ കൊടകരയിൽ മാത്രമല്ല, സേലത്തൊരു മോഷണം നടന്നിട്ടുണ്ട്. ഈ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഈ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറ്റപത്രം അത് പോരാ എന്ന് താങ്കൾ പറയുമ്പോൾ അത് ഒന്ന് വിശദീകരിക്കേണ്ടി വരും. നിങ്ങൾ അത് മനസ്സിലാക്കുക. എന്താ വിഷയം എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ എക്സ്റ്റോർഷനുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് എവിടെ പണം പോയി കണ്ടെത്താം. അതിന്റെ തടസ്സമൊന്നുമില്ല. അത് എക്സ്റ്റോർഷന് മാത്രം നിൽക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഇനി നിങ്ങൾ ഈ പറയുന്ന കള്ളപ്പണം കണ്ടു, കള്ളപ്പണം പോലീസിന്റെ കയ്യിൽ കണ്ടാൽ പോലീസ് എന്ത് ചെയ്യണം? പോലീസിന് ഏത് ഒഫൻസ് ഇൻവോക്ക് ചെയ്യാം എന്നല്ലേ ചോദിച്ചത്. അതിന് പോലീസ് ചെയ്യാവുന്നതൊക്കെ ചെയ്തു, റിപ്പോർട്ടും കൊടുത്തു എന്നാ പറഞ്ഞത്. എന്നാൽ പോലീസിന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. രാജ്യത്തിന്റെ എക്കണോമിക് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വലിയൊരു ട്രാൻസാക്ഷനാണ് ഇത് എന്ന ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുകയും സർക്കാർ അത് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്താൽ ഒരു പൂഴ്ത്തി വെക്കുന്നതിന് അവിടെ സലീം മടവൂരിന്റെ കേസിന് പ്രസക്തി വരും. അവിടെ കോടതിക്ക് ഇടപെടാം. ഇപ്പോഴാണ് താങ്കൾ പറഞ്ഞതിൽ പൂർണ്ണമായ വ്യക്തത വന്നിരിക്കുന്നത്. അതിനാണ് സജീഷിന് ഇനി മറുപടി വേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം.